ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മളിന്ന് സമൂഹത്ത് നോക്കുവാണെങ്കിൽ ഓരോരുത്തരും പ്രാധാന്യം കൊടുക്കുന്നത് ഓരോ കാര്യത്തിനാണ്. ഇപ്പം നമ്മൾ ഏത് കാര്യം ചെയ്താലും അതിനകത്ത് രണ്ട് വശങ്ങളുണ്ട്. പക്ഷേ ഏത് ആറ്റിറ്റ്യൂഡിൽ അത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനം. ആരോഗ്യമുള്ള വ്യക്തിയെ സംബന്ധിച്ച് സന്തോഷിക്കാനുള്ള കാരണങ്ങൾ അവരവർ സ്വയം കണ്ടെത്തണം. യഥാർത്ഥത്തിൽ മനസ്സുകൊണ്ടാണല്ലോ നമ്മൾ സന്തോഷിക്കുന്നതും ആനന്ദിക്കുന്നതും എല്ലാം തന്നെ. അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് ലൈംഗികതയിൽ കാമപരമായി ഇഷ്ടം തോന്നുന്നവരോട് ചില സ്ത്രീകൾക്കുള്ള പെരുമാറ്റ രീതിയെക്കുറിച്ചാണ്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം കേട്ടോ. ചില വ്യക്തികളെ സംബന്ധിച്ച് ഏത് പ്രായത്തിലും ഏത് സാഹചര്യത്തിലും ഈ ഒരു കാര്യം ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമ്മളൊരു വ്യക്തിയെ കാണുമ്പോൾ അല്ലെങ്കിൽ പരിചയപ്പെടുമ്പോൾ കുറച്ചടുത്ത് സംസാരിക്കുമ്പോൾ പലതരത്തിലുള്ള ഫീലിങ്സുകളാണ് മനസ്സിലേക്ക് കടന്നു വരുന്നത്. ചിലരോട് നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു പോസിറ്റീവ് വൈബ് ഫീൽ ചെയ്യും. പിന്നെയും അവരെ കാണണമെന്നും സംസാരിക്കണമെന്നും ഒക്കെ തോന്നാറുണ്ട്. തന്നെയല്ല, ഏത് കാര്യത്തിനകത്താണെങ്കിലും അവരുടെ ആ സാന്നിധ്യം നമ്മുടെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതായിട്ട് തോന്നും. തന്നെയല്ല, ഏത് സാഹചര്യത്തിലാണെങ്കിലും നമ്മുടെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ആയിരിക്കും അവർ കൂടുതലും റിസീവ് ചെയ്യുന്നത്. ഈ ഇഷ്ടത്തിനകത്ത് തന്നെ പ്രധാനമായിട്ടും 2-3 കാറ്റഗറി ഉണ്ട്. ചിലരോട് നമുക്ക് തോന്നുന്നത് സൗഹൃദപരമായിട്ടുള്ളൊരു ഇഷ്ടമായിരിക്കും. എന്നാൽ ചിലരോട് തോന്നുന്നത് സൗഹൃദം മാത്രമല്ല, കാമപരമായിട്ടുള്ള ഒരു ഇഷ്ടമുണ്ട്. എന്നാൽ ചിലരോട് നമുക്ക് തോന്നുന്നത് സഹതാപപരമായ ഇഷ്ടമായിരിക്കും. എന്നാൽ ചിലരോട് ഇതെല്ലാം കൂടെ ചേർന്നുള്ളൊരു ഇഷ്ടമായിരിക്കും. അതിനെയാണ് നമ്മൾ പ്രണയമെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫീലിങ്സുകളൊന്നും തന്നെ വെറുതെ അങ്ങ് തോന്നുമല്ല, അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ചും ഒരു സ്ത്രീക്ക് ഒരു പുരുഷനോട് തോന്നുന്ന ഫീലിങ്സിൻ്റെ പിന്നിൽ. ഇത് പ്രധാനമായിട്ടും ഒരു വ്യക്തിയുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ജീവിത രീതി, അവരെന്തിന് പ്രാധാന്യം കൊടുക്കുന്നു, അവരുടെ ഇഷ്ടങ്ങൾ, അവരുടെ ശീലങ്ങൾ, ഇതെല്ലാമായിട്ടും ഇതിനൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോരുത്തരും പല രീതിയിലും പല തരത്തിലുമാണ് കാമപരമായ ഇഷ്ടം പ്രകടിപ്പിക്കുന്നത്. പൊതുവേ ഒരു പുരുഷനെ സംബന്ധിച്ച് ഒരു സ്ത്രീയോട് ആകർഷണം തോന്നാനായിട്ട് അവർ സുന്ദരിയായ മാത്രം മതി. അതിനകത്ത് വലിയ കണ്ടീഷൻസ് ഒന്നുമില്ല. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് അങ്ങനെയല്ല, അതിനകത്ത് ചില കണ്ടീഷൻസ് ഉണ്ട്. ഇനി ഏത് സാഹചര്യത്തിലാണെങ്കിലും അങ്ങനെ ഒരു ആകർഷണം തോന്നുവാണെങ്കിൽ അവരറിഞ്ഞോ അറിയാതെയൊക്കെ പ്രകടിപ്പിക്കുന്ന ചില രീതികളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഈ പുരുഷൻ്റെ ശ്രദ്ധ ഇവരിലേക്ക് വരത്തക്ക രീതിയിൽ ചാറ്റ് ചെയ്യുക, സംസാരിക്കുക, മെസ്സേജ് അയയ്ക്കുക, അതുപോലെ കാണാനുള്ള അവസരം ഉണ്ടാക്കുക. എന്നുവെച്ചാൽ അവിടെ പ്രണയത്തിൻ്റേതായിട്ടുള്ള ഒരു ഊർജം വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ അവരെപ്പറ്റി അറിയാൻ കൂടുതൽ ശ്രമിക്കും. അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അവരുടെ രീതികൾ എന്താണ്, ആറ്റിറ്റ്യൂഡ് എന്താണ്, പ്രത്യേകിച്ചും ഡെയിലി റൂട്ടീൻ എന്താണ്, കൂട്ടുകാരാരൊക്കെയാണ്, എവിടൊക്കെ പോകുന്നുണ്ട്, ഇതൊക്കെ അറിയാനുള്ള താല്പര്യം കാണിക്കും. അതുപോലെ മറ്റ് സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എന്താണ്, ഇഷ്ടമുള്ളൊരു വല്ലവരും ഉണ്ടോ, അവരോട് ഏത് രീതിയിലുള്ള ബന്ധമാണ്, ഇടയ്ക്കൊക്കെ കാണാറുണ്ടോ, ബന്ധപ്പെടാറുണ്ടോ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻഡയറക്റ്റായിട്ട് പലതരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കും. അതുപോലെ മിക്കവാറും പേര് പറയുന്ന ഒരു കാര്യമാണ്, എനിക്ക് നിന്നോട് എന്തോ ഒരു പ്രത്യേക താല്പര്യമുണ്ട്, സ്നേഹമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് നിന്നോട് മാത്രമേ അങ്ങനെ തോന്നിയിട്ടുള്ളൂ. ഈ സ്നേഹമുണ്ടെന്ന് അങ്ങനെ പെട്ടെന്ന് പറയത്തൊന്നുമില്ല, പെരുമാറ്റത്തിൽ കൂടെ കാണിക്കത്തേ ഉള്ളൂ. എന്നുവെച്ചാൽ നിങ്ങളെന്തോ അവർക്ക് സ്പെഷ്യലാണ്, നിങ്ങളിൽ ഒത്തിരി താല്പര്യമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധമായിരിക്കും അവരുടെ മെസ്സേജും ചാറ്റിങ്ങും നോട്ടവും എല്ലാം തന്നെ. അതുപോലെ കാമപരമായിട്ടുള്ള പ്രണയത്തിൻ്റെ ഊർജം വരുത്താനായിട്ട് നിങ്ങളിൽ അവരിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേയിരിക്കും. അതുപോലെ ഇവർക്ക് തോന്നിയ അതേ ഫീലിങ്സ് മറ്റേ ആൾക്കും ഉണ്ടോ എന്നറിയാനുള്ള ചില ചോദ്യങ്ങളൊക്കെ ചോദിക്കും. അതുപോലെ ഒറ്റയ്ക്ക് കാണാനായിട്ടും സംസാരിക്കാനായിട്ടും മനസ്സ് വല്ലാതെ കൊതിക്കാറുണ്ട്. അതിനുവേണ്ടി ചില അവസരങ്ങൾ ഇവർ ഇൻഡയറക്റ്റായിട്ട് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ അവരെ കൊണ്ട് ഉണ്ടാക്കിപ്പിക്കും. അതുപോലെ പ്രൈവസി ആയിട്ടുള്ളൊരു സാഹചര്യത്തിൽ നിങ്ങളെങ്ങനെയാണ് അവരോട് പെരുമാറുന്നത്, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതിനിടയ്ക്ക് ഞാനൊരു സൈക്കോളജി പറയട്ടെ. ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവരുടെ ബ്രെയിനിൽ ഏത് ഊർജ്ജമാണ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നത്, അതേ ഊർജ്ജം മറ്റൊരാളിൽ കണ്ടെത്താനായിരിക്കും അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്യാനായിരിക്കും കൂടുതലായിട്ടും ശ്രമിക്കുന്നത്. എന്നുവെച്ചാൽ നിങ്ങളിലിപ്പോൾ കാമത്തിൻ്റെ ഊർജ്ജമാണ് കൂടുതലായിട്ട് നിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ നോട്ടത്തിലും പെരുമാറ്റത്തിലും സംസാരത്തിലും ഒക്കെ തന്നെ അത് പ്രകടമാകും. പൊതുവേ സ്ത്രീകളെ സംബന്ധിച്ച് ഒരു വ്യക്തിയായിട്ട് ഏത് തരത്തിലുള്ള ബന്ധം സ്ഥാപിച്ചാലും ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി അവിടെ ഒരു കണ്ടീഷൻ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു 10 പേരെ എടുത്താൽ 10 തരത്തിലായിരിക്കും. കാരണം അവരെ സംബന്ധിച്ച് മനസ്സിൻ്റെ പ്രവർത്തനം ഇതിനകത്ത് വളരെ പ്രധാനമാണ്. എന്നുവെച്ചാൽ അതിനെവിടെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി നമ്മളെ ഇഷ്ടപ്പെടുന്നു, ആഗ്രഹിക്കുന്നു, കാമിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എവിടെയോ ഒരു ആത്മവിശ്വാസം തോന്നാറുണ്ട്. അപ്പോൾ ഇവിടെ ഓർക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുന്ന കണ്ണുകൊണ്ടല്ല ഒരു സ്ത്രീ ഒരു പുരുഷനെ കാണുന്നത്.
ഇപ്പോൾ പുരുഷനെ സംബന്ധിച്ച് കാമത്തിൻ്റെ ഊർജം അവരതുപോലെ തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട്. എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ച് പ്രകൃതിയാൽ തന്നെ അത് സാധ്യമാകത്തില്ല. ഇനി എത്ര ക്വാളിറ്റി ഉള്ള ആളായിക്കോട്ടെ അല്ലെങ്കിൽ കഴിവുള്ള ആളായിക്കോട്ടെ, അതിനിടയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കണ്ടീഷൻ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി. ഈ സമയത്താണ് ചില ഹോർമോൺസിൻ്റെ പ്രവർത്തനം ശക്തമായിട്ട് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ നേരിട്ട് കാണാനും ചുംബിക്കാനും ആലിംഗനം ചെയ്യാനും ഒക്കെയുള്ളൊരു ടെൻഡൻസി കാണിക്കാറുണ്ട്. ഈ രീതിയിൽ പ്രണയിക്കുന്ന ആളിൻ്റെ സാന്നിധ്യം അവരെ കൂടുതൽ അന്ധമാക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട പുരുഷനുമായിട്ട് ബന്ധപ്പെടുമ്പോൾ രതിമൂർച്ച വരാനുള്ളൊരു പോസിബിലിറ്റി കൂടുതലാണ്. വികാരവതിയാക്കുന്നുണ്ട്. അതുപോലെ മാറിടത്തിൻ്റെ ഭാഗത്തുള്ള ചില ക്രിയകൾക്ക് ഇവിടെ വളരെയേറെ പ്രാധാന്യമുണ്ട്. കാരണം പല സാഹചര്യത്തിലും സ്നേഹത്തിൻ്റെതായ ഊർജം കൂടുതലായിട്ട് വന്ന് നിറയാറുണ്ട്. അതുകൊണ്ട് തന്നെ സ്പർശനത്തിൽ കൂടി പെട്ടെന്ന് ലൂബ്രിക്കേഷൻ ഉണ്ടാകാറുണ്ട്. അതുപോലെ അവരുടെ എല്ലാ വിചാരങ്ങളും പ്രതിഫലിക്കുന്നത് കണ്ണുകളിലായിരിക്കും. പിന്നെ അവരോട് മാത്രമേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ആകാവൂ എന്നും നിർബന്ധമുണ്ട്. ഇപ്പം നിങ്ങളുമായിട്ടുള്ള ബന്ധം അവർക്ക് നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ നിങ്ങളിൽ സ്വർഗം കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അവിടെ ഒരു നെഗറ്റീവ് എനർജി വർക്ക് ചെയ്യാതിരിക്കാൻ രണ്ട് കൂട്ടരും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്ന കൂട്ടുകാർക്കൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.